ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പിലും രേഖപ്പെടുത്തിയത് കുറഞ്ഞ പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് പശ്ചിമ ബംഗാളിലും കുറവ് പോളിംഗ് ജമ്മു കാശ്മീരിലും രേഖപ്പെടുത്തി. 6ാം ഘട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങളായ ദില്ലിയിലും പോളിംഗ് ശതമാനം ഇടിഞ്ഞതോടെ ആശങ്കയിലാണ് ബിജെപി. 6ാം ഘട്ട വോട്ടെടുപ്പിലും കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്തെ 58 മണ്ഡലങ്ങളിൽ രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചെങ്കിലും മന്ദഗതിയിലാണ് പോളിംഗ് നടന്നത്. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന വോട്ടെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തി. ജമ്മു കാശ്മീരിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. 6ാം ഘട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രമായ ദില്ലിയിലും പോളിംഗ് ശതമാനം ഇടിഞ്ഞു. ദില്ലിയിലും ഹരിയാനയിലും ഒറ്റഘട്ടമായി എല്ലാ സീറ്റുകളിലേക്കും പോളിംഗ് നടന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. നിരവധി മണ്ഡലങ്ങളിൽ പ്രതിഷേധങ്ങളും പരാതികളും സംഘർഷങ്ങളും ഉണ്ടായി. പശ്ചിമ ബംഗാളിൽ പല ബൂത്തുകളിലും അക്രമസംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വോട്ടിംഗ് മെഷീനുകളിൽ ബിജെപിയുടെ ടാഗ് കണ്ടെത്തിയെന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്തുവന്നത് ബിജെപി തൃണമൂൽ ഏറ്റുമുട്ടലിൽ കലാശിച്ചു. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് രജൌരിയിൽ പോളിംഗ് ഏജന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നാരോപിച്ച് PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഒഡീഷയിലെ പുരിയിലും സമാന സംഭവങ്ങളുണ്ടായി. ശക്തമായ കർഷകരോഷം നിലനിൽക്കുന്ന ഹരിയാനയിൽ മോദിക്കും BJPക്കും തിരിച്ചടിയായി പോളിംഗ് ശതമാനം ഇടിഞ്ഞു. വർഗീയതയും രാമക്ഷേത്രവും പറഞ്ഞ് പ്രചാരണം നടത്തിയ BJPക്ക് വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനായില്ലെന്ന് മാത്രമല്ല, ആദ്യഘട്ടങ്ങളിലുണ്ടായ പോളിംഗ് ശതമാനത്തിലെ കുറവ് 6ാം ഘട്ടത്തിലും തുടർന്നത് തിരിച്ചടിയായി. അതേസമയം കെജ്രിവാളിനെ മുൻനിർത്തിയുള്ള പ്രചാരണവും രാജ്യത്തെ മോദി വിരുദ്ധ വികാരവും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി. ഉത്തർപ്രദേശിൽ 14ഉം ബീഹാറിലും ബംഗാളിലും 8 സീറ്റുകളിലും, ഒഡീഷയിൽ 6ഉം ജാർഖണ്ഡിൽ 4ഉം ജമ്മു കാശ്മീരിലെ ഒരു മണ്ഡലത്തിലും നടന്ന വോട്ടെടുപ്പിൽ 889 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. കൈരളി ന്യൂസ്, ദില്ലി.